നിമിഷപ്രിയ എന്ന നമ്മുടെ സഹോദരി, അവരുടെ മതം എനിക്കറിയില്ല. ഒന്നില്ലെങ്കിൽ പേര് പ്രകാരം ഒരു ഹിന്ദു, അല്ലെങ്കിൽ ഞാൻ കേട്ടതനുസരിച്ച് ടോമി എന്ന ഒരു വ്യക്തിനെ വിവാഹം കഴിച്ച ഒരു ക്രിസ്ത്യാനി. രണ്ടാണെങ്കിലും കാഫിറാണ് അവർ. നിമിഷപ്രിയ എന്ന നമ്മുടെ സഹോദരി, അവരെ രക്ഷിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യം, കർമ്മം. യമനിൽ ഒരു ജയിലിൽ അകപ്പെട്ടിരിക്കുന്നു. അവർ തൊഴിൽ അതല്ലെങ്കിൽ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി യമൻ എന്ന രാജ്യത്തിൽ എത്തിപ്പെടുന്നു. അവിടുത്തെ ഇസ്ലാമിക നിയമം വ്യക്തമായിട്ട് പറയണം, ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റ് നിയമം ഒരു സ്ത്രീക്ക് ഒരു ബിസിനസ് തുടങ്ങാനോ അതല്ലെങ്കിൽ അവിടുത്തെ പൗരത്വം ഇല്ലാത്തതിനാൽ ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കാത്തതിനാൽ തലാൽ എന്ന ഒരു വ്യക്തിയെ മായിട്ട് ബിസിനസ് കരാറിൽ അകപ്പെടേണ്ടതായിട്ട് അവർക്ക് ചെയ്യേണ്ടി വരുന്നു. അവർക്കൊരു ഒരു ധാരണയിലെത്തേണ്ടി വരുന്നു. അത് ചൂഷണം ചെയ്യാൻ തലാൽ എന്ന വ്യക്തി പലതരത്തിലുള്ള ചൂഷണം, സാമ്പത്തികമായിട്ടും മറ്റ് പലതരത്തിലുള്ള ചൂഷണം, കുടുംബത്തെ നശിപ്പിക്കുന്ന നാരാണക്കല്ലെടുക്കുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ ചൂഷണം, നമ്മുടെ നാട്ടിൽ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചൂഷണം. ഞാൻ ഇന്നും പറയുന്നു, ആ സഹോദരി രക്ഷിക്കപ്പെടണം. എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ ഒരുപക്ഷെ അവർ രക്ഷപ്പെട്ട് കേരളത്തിൽ വന്നാൽ ഞാൻ സംസാരിക്കുന്ന ഭാഷ വേറെ തന്നെയായിരിക്കും എന്ന് വിചാരിച്ച് ഭയന്ന് ജീവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്ന് പറയുന്നത് ആ സഹോദരിയുടെ ഇതിനെ പറ്റിയാണെങ്കിലും ആ ഒരു വിഷയം ഞാൻ മാറ്റിവെക്കുകയാണ്. ആ സഹോദരി ഏത് വിധത്തിലും എങ്ങനെയാണെങ്കിലും രക്ഷിക്കപ്പെടണം, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തിരിച്ചെത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം നിമിഷപ്രിയ കേരളത്തിൽ തിരിച്ചെത്തണം. അവരെ പറ്റിയോ ഈ വിഷയത്തെ പറ്റിയോ അല്ല. അതിൻ്റെ ഒരു ആമുഖം എന്ന നിലയ്ക്ക് ഞാൻ ആ തുടക്കം പറഞ്ഞെന്നുള്ളൂ. എന്താണ് അവർക്ക് സംഭവിച്ചത്? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അവർ ചെയ്ത പല പ്രവൃത്തികളും. ഞാനിന്ന് പറയുന്നത് ആ മറുനാടൻ ചെറ്റ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ഒറ്റിയ മറുനാടൻ ചെറ്റ എന്ന ആ ഒരു തെണ്ടിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം കേരളത്തെയും ഇന്ത്യ മഹാരാജ്യത്തിലെയും ബഹുഭൂരിപക്ഷം പാവപ്പെട്ടവൻ്റെ വയറ്റത്തടിച്ചിട്ട് ഓട്ടം പഠിക്കാനായിട്ട് ഭാര്യയെ കൊണ്ട് ലണ്ടനിൽ പോയ മറുനാടൻ ചെറ്റ, കാലുമാറിയവൻ, ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും കൂടെയാണെന്ന് പറഞ്ഞ് കാലുമാറിയ മറുനാടൻ ചെറ്റ. അവൻ ചെറ്റയാണ്, അവൻ പറ്റിക്കുന്നവനാണ്. അവൻ ഇന്ന് ജാസ്മിൻ ഷായെ കാണുള്ളൂ. മധ്യ തിരുവിതാംകൂറിൽ നഴ്സായി പഠിക്കുന്നവളുടെ നമ്മുടെ പെൺകുട്ടികളുടെ രക്ഷകനായിട്ട് അവന് ഒരേ ഒരു പേരെ പറയാനുള്ളൂ, ജാസ്മിൻ ഷാ. എടാ തെണ്ടി, എന്താടാ നീ മറ്റേ മതത്തിൽ പെട്ടതാണോ? ഒരു സ്ത്രീ, മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീക്ക് നഴ്സുമാരെ നയിക്കാൻ പറ്റില്ലടാ, പറ്റില്ലേ? പറയടാ. നീ ഇത്ര നാൾ നീ ഹിന്ദു ക്രിസ്ത്യാനിയുടെ രക്ഷകൻ എന്ന് പറഞ്ഞിട്ട് നീ മൂഞ്ചിച്ചു. ശക്തമായിട്ട് തന്നെ പറയടാ, നിന്റെ മുഖത്തോക്കി. നിന്നെ പോലെ പേടിക്കേണ്ട ആവശ്യമില്ല, മറുനാടാ. അതിനുശേഷം അവൻ കണ്ടവനാണ് ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനിട്ട് പണിയാവുന്നത്ര പണിത് ലീഗിൽ നിന്ന് ചാടി ഇടത് പക്ഷത്തിൽ ചെന്ന KT ജലീൽ. എത്ര പണിതു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവനെ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ KT ജലീൽ എന്നവനെ പഠിക്കണമെങ്കിൽ നമ്മൾ പ്രബുദ്ധത, കേരളത്തിലെ മലയാളിയുടെ പ്രബുദ്ധത എന്ന് പറയുന്നതൊക്കെ ഉണ്ടല്ലോ, വെറും ഊച്ചാളിത്തര. ഏറ്റവും വിഡ്ഢികളാണ് നമ്മൾ. റബ്ബർ വെട്ടണ തോമനാണെങ്കിലും നായരാണെങ്കിലും ഈഴവനാണെങ്കിലും വെറും മൂഞ്ചികളാ. രാഷ്ട്രീയമായിട്ടുള്ള പ്രബോധനമൊന്നും നമുക്കില്ല. ഈ പറഞ്ഞ ജലീലിട്ട് പണിതത് ന്യൂനപക്ഷത്തിന് സേവിക്കാനാന്നും പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. 9 ആളുടെ 10 ആളുടെ 11 ആളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി.
അതിൽ ഒരാളൊരു ക്രിസ്ത്യാനിയുണ്ട് ന്യൂനപക്ഷത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന്. ബാക്കിയൊക്കെ നമ്മൻ്റെ ആൾക്കാരാ. അവൻ കമ്മ്യൂണിസ്റ്റാന്ന്, എന്നിട്ട് അവൻ ലീഗിൽ നിന്ന് വന്നവനാ. ആ ജലീലാണ് മറുനാടൻ ഇപ്പൊ താങ്ങി ഉരുട്ടി കൊണ്ടുകൊടുക്കണേ. എടാ തെണ്ടിച്ചക്ക മറുനാടാ, നീ ഒന്നും ആയിട്ടില്ലടാ. പിന്നെ അവൻ ഇപ്പൊ വന്നേക്കാണ് കാന്തപുരത്തിനെ പൊക്കിക്കൊണ്ടുവന്നിട്ട്. അതായത് ഇന്നലെ ആ ഉമ്മൻചാണ്ടി നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു, ഭരണകർത്താവായിരുന്നു. ഒരു 6 ദശാബ്ദത്തോളം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തിളങ്ങി നിന്ന വ്യക്തിത്വമാണ്. ഒരു പക്ഷെ ചാണ്ടി ഉമ്മൻ എന്ന അദ്ദേഹത്തിൻ്റെ മകത്തിന് അത്ര കഴിവുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം അദ്ദേഹം അങ്ങോട്ട് പോയിട്ട് ഒരു ഇത് നടക്കുന്ന അങ്ങോട്ട്, കാരണം ഈ ഷാഫി പറമ്പിലൊക്കെ അവിടെ ഉള്ളത്. ഷാഫി പറമ്പിലിനെ കേരളത്തിൽ ഇത് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അപ്പം ചാണ്ടി ഉമ്മൻ പോയിട്ട് ഒരു സ്റ്റാർ ആവാനായിട്ട് അമ്മേനെ കൊണ്ട് ഗവർണറുടെ അടുത്ത് പോകുന്നു. ഗവർണറെ കൊണ്ട് അത് കഴിഞ്ഞിട്ട് മറ്റേ കാന്തപുരത്തിൻ്റെ അടുത്ത് പോകുന്നു. അയാൾ ഈ ക്യാമറ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നടക്കണേ. ഈ ചാണ്ടി ഉമ്മൻ തലയിൽ കല്ലും വെച്ച് എന്നിട്ട് നമുക്കറിയാം ആത്മീയത വേറെ, തലയിൽ കല്ലും വെച്ച് ശബരിമല കയറാൻ പോണ്. അദ്ദേഹത്തിൻ്റെ ഗതികേട് എനിക്കറിയാം. കാരണം ആ പ്രിയങ്ക ഗാന്ധി ഹമാസിന് വേണ്ടി നിൽക്കുന്നവളാണ്. ഈ വി.ഡി. സതീശൻ എങ്ങനെ ലീഗിന് ഉരുട്ടി ലീഗ് മുസ്ലിംസിനെ കേരളത്തിൽ കൊണ്ടുവരാന്ന് പറഞ്ഞാണ് വി.ഡി. സതീശൻ നടക്കണേ, എങ്ങനെ കൊണ്ടു നടക്കാന്നുള്ളത്. അപ്പം ഈ ഷാഫി പറമ്പിൽ കഴിഞ്ഞിട്ടേ ചാണ്ടി ഉമ്മൻ അവിടെ ഉള്ളൂ. ഉമ്മൻചാണ്ടിയുടെ മോനാന്ന് പറഞ്ഞിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ശവമടക്ക് നടന്ന ആ ഒരു ഇത് ആ പള്ളിയിലെ സെമിത്തേരിൽ പോലും ഇവരുടെ ബുള്ളിയാണ്. ഷാഫി പറമ്പിൽ പറയും ചാണ്ടി ഉമ്മൻ കേൾക്ക. അപ്പം അദ്ദേഹത്തിന് ഈ കോൺഗ്രസും താങ്ങി പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ല, ഉള്ള നേരത്തെ വിട്ടുപോ. ആൻ്റണി A.K. ആൻ്റണിയും എലിസബത്ത് ആൻ്റണിയും അനിൽ ആൻ്റണിയോട് പറഞ്ഞല്ലോ, മോനെ ഈ സാധനം ഹമാസിൻ്റെ സാധനമാണ്, അതുകൊണ്ട് നടന്നിട്ട് നടക്കണ്ടെന്ന് അനിൽ ആൻ്റണി പോയി. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹം അവസാന നിമിഷം സ്റ്റാർ നീട്ടി വെച്ചു എന്ന് പറയണേ. ഇത് ഈ നിമിഷപ്രിയയുടെ ഇതൊന്നും മാറ്റി വെച്ചിട്ടില്ല. എന്നാൽ ഈ മറുനാടൻ ചെറ്റയ്ക്ക് ഇന്ന് കാന്തപുരം കഴിഞ്ഞിട്ട് വേറെ ഉള്ളൂ. ഇത്ര നാൾ അവൻ പറഞ്ഞിരുന്നതല്ല. അവൻ മുസ്ലിം, നമ്മൾ വ്യക്തികളോടല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പോരാട്ടം വ്യക്തികളോടല്ല, പ്രത്യയശാസ്ത്രത്തോടാണ് എൻ്റെ പോരാട്ടം. ഈ കള്ളത്തെണ്ടി ജിഹാദി മറുനാടൻ ഉണ്ടല്ലോ, അവൻ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിനെയും മൂഞ്ചിക്കാൻ വേണ്ടി നടക്കുന്നവനാ. ഞാൻ ഒരാളുടെ നിന്നും പൈസ വാങ്ങിയിട്ടില്ല. ഞാൻ യൂട്യൂബിൽ നിന്ന് പൈസ ഇന്നവരെ കിട്ടിയിട്ടുമില്ല. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയാൽ നല്ലത്. ഞാനൊരു പണക്കാരനുമല്ല. പക്ഷെ സത്യം വിളിച്ച് പറയും, തെണ്ടി മറുനാടാ, നീ വെറും മൂഞ്ചിക്കൽ മറുനാടനാന്ന് ഞാൻ കേരള ജനതയോടും വിളിച്ച് പറയും. കാരണം നിനക്ക് ഇന്ന് ഈ മോഹം കാന്തപുരത്തോട്, ജാസ്മിൻ ഷായോട്, KT ജലീലിനോട് ചെറ്റത്തരടാ. അത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തനി കൂറ ചെറ്റത്തരടാ മറുനാടാ. ചെറ്റത്തരം കാണിക്കരുത് നീ ചെറ്റത്തരം കാണിക്കരുത് മറുനാടാ. മൂഞ്ചിക്കരുത് നീ. ഒരു തരം ഈ കൂടെ നിന്നിട്ട്, അതായത് എത്രയൊക്കെ നിനക്ക് എത്ര തന്നു കാണും. നീ ഒരു 160 വീഡിയോ യൂസഫ് അലിക്കെതിരെ ചെയ്തു. എന്നിട്ട് നീ പറഞ്ഞു അത് ഒരു കോടതിയിൽ നിന്ന്, ഡൽഹി കോടതിയിൽ നിന്ന്, ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നു. നീ എന്നിട്ട് സുപ്രീം കോടതി പോകുന്നു പറഞ്ഞു. നീ ജിഹാദിയായോ മറുനാടാ? നീ ജിഹാദി ആയില്ലെങ്കിൽ നീ പറയണം എന്തുകൊണ്ട് സുപ്രീം കോടതി പോയിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിനക്ക് സംസാരിക്കാനായിട്ടുള്ള കഴിവുണ്ട്. നീ ഒന്നും കൂടി കേൾക്കണം. നിനക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ സംസാര സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഇന്നും ഇസ്ലാമിക നിയമത്തിലല്ല, ശരിയ നിയമത്തിലല്ല. പക്ഷെ നീ തല വെച്ച് കൊടുത്തു അതിന്. നീയും യൂസഫ് അലിയുമായിട്ടുള്ള കേസിന് എങ്ങനെ കോംപ്രമൈസ് ആയിന്ന് നീ പറയോ? 3-4 കൊല്ലായില്ലേ? നീ സുപ്രീം കോടതി പോയില്ലേ? പറ്റിച്ചു. ഹിന്ദുവിനെയും ക്രിസ്ത്യാനിനെയും നീ പറ്റിച്ചു. ചെറ്റച്ചക്ക പോടാ നീ തെണ്ടി. മനസ്സിലായോ നിനക്ക്? നീ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിൻ്റെയും കൂടെ എന്നും പറഞ്ഞ് പറ്റിച്ചു. അത് കേരളത്തിൻ്റെ 75%. മനസ്സിലായോ നിനക്ക്? നീ ഒന്നും ഇനി അധികം നിൽക്കില്ല. നീ ഇത്തിരി ഇത് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിൻ്റെയും സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയിട്ട് നീ മൂഞ്ചിച്ചു. മനസ്സിലാക്കിക്കോ. ഇന്ന് നിനക്ക് കാന്തപുരത്തിനെ പിടിക്കും. ഈ ജാസ്മിൻ ഷാ വേണം മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകൾ നയിക്കുന്ന നേഴ്സുമാരെ നയിക്കാനായിട്ട്. KT ജലീൽ മാത്രം ഒരു മന്ത്രിയുള്ളൂ. ആരാടാ നീ? ആരാ? ഇന്ത്യൻ ജനതേനെ പറ്റിച്ചു പട്ടിണി പാവങ്ങളുടെ വയറ്റത്തടിച്ച് ഇന്ത്യൻ രൂപ കൊണ്ട് പൗണ്ടിൽ എണ്ണി ലണ്ടനിൽ സുഖിച്ച് ജീവിച്ചവനാ നീ. മനസ്സിലായോ നിനക്ക്? നീ അത്രേ ഉള്ളൂ.
നീ അത് മനസ്സിലാക്കി വെച്ചോ. നിൻ്റെ ഒരു കാന്തപുരവും നിൻ്റെ ഒരു ജിഹാദും